ഹലോ. വിഷൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? വിഷുവിൻ്റെ വീഡിയോസ് ഒന്നും വിചാരിച്ച മാതിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല തിരക്കിലായിരുന്നു കേട്ടോ. വീട്ടിൽ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മദർ ഇൻ ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഒറ്റയ്ക്കായിരുന്നിട്ട് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതേ വിഷൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്നൊരു വെറൈറ്റി ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ചിക്കനൊക്കെ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ബോൺലെസ് പീസാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇതാ ഞാൻ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും ഒരു കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ. ഇനി ഇതാ ഞാനൊരു 1.5 കപ്പ് മൈദയായിട്ട് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതേ നമ്മുടെ സമയം കളയാതെ നമുക്ക് വേഗത്തിൽ നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നില്ലേ അത് നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയിൽ നമുക്ക് നമ്മുടെ ഇത് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ട് മാവ് കുഴയ്ക്കുക. അപ്പോൾ വേഗത്തിൽ പണികൾ കഴിയുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിലാട്ടോ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നമുക്ക് പരത്താൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ കുറച്ച് ഒറ്റടിക്ക് കുറേ വെള്ളം കൊണ്ട് ഒഴിച്ചേക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ ഇതേമാതിരി നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടോ? പിന്നെ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെ ഒന്നുമില്ല. നല്ല എളുപ്പമാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്താ പറയുക, നമ്മളൊരു വെറൈറ്റി ഒരു സ്നാക്സ് കഴിച്ച ഫീലായിരിക്കും കേട്ടോ. നമുക്ക് ഷവർമ, ബർഗർ, പിസ്സ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ആയപ്പോൾ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ മാവ് ഇതേപോലെ കുറച്ച് എടുത്തിട്ട് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയില്ലേ അതിൽ വെച്ചോ നമുക്കിതിനെ പരത്തിയെടുക്കാം കേട്ടോ. അടിയിൽ എന്തിനാ തുണി വെച്ച് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പലകയുടെ ഇത് ഫൈബറാണ് കേട്ടോ. അപ്പോൾ അത് ടൈലിലാവുമ്പോൾ അത് പരത്താൻ പറ്റുന്നില്ല, നീങ്ങി പോകുന്നേ. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിന് മതി കേട്ടോ നമ്മുടെ മാവ് കണ്ട പരത്തേണ്ടത്. ഇനിതാ ഒട്ടുമിക്ക ആൾക്കാരുകൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതേമാതിരി നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബാക്കിൽ വെള്ളം വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഓയിലാക്കിയിട്ടോ ഒന്നുമല്ല, വെറുതെ നമ്മളിതേ മാവ് വെച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതേമാതിരി സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഫില്ലിങ് വരേണ്ടത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കലാബോധം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോന്ന് സെറ്റാക്കുക. അങ്ങനെയാണല്ലോ പുതിയ പുതിയ ഓരോ റെസിപ്പീസൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് നടത്തിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് ഓവർ ചൂടായിട്ടില്ല, ലൈറ്റ് ചൂടാകുമ്പോൾ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൈമേക്ക് ആവി അടിക്കാനോ കൈ പൊള്ളാതിരിക്കാനോ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് റിസ്ക് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ നിന്ന് ഇതെങ്ങനെയാണ് വിട്ടു പോരണേന്ന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഫസ്റ്റത്തെ പ്രാവശ്യം എന്താ ഒരു കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ, കത്തി വെച്ച് ഇതിനിങ്ങനെ താഴേക്ക് തള്ളിയിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഫ്രൈ ആവുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഗ്ലാസ്സിൽ നിന്ന് തന്നെ വിട്ടു പോരും കേട്ടോ. ഒരു 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നും. കണ്ടോ, പെട്ടെന്ന് തന്നെ വിട്ടു പോരും. ഇനി ഇതിനൊരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നന്നായി ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫ്രൈഡ് ഐറ്റംസ് ആകുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ. ഇപ്പോൾ ഓയിൽ ഫ്രൈ ആയിട്ടുള്ളത് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക, മാവ് പരത്തി ചുട്ടെടുത്തിട്ട് നമ്മൾ ഷവർമയൊക്കെ റോളാക്കില്ലേ അതേ രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേരൊക്കെ കഴിക്കുമല്ലോ.
വെക്കേഷനല്ലേ, അപ്പോൾ അമ്മമാർ ഓരോന്നും ഇങ്ങനെ വെറൈറ്റി ഒക്കെ ട്രൈ ആക്കി വെക്കുക. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഇങ്ങനെ ഞൊറിയുന്ന മാതിരി ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇറക്കി ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്താക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഗ്ലാസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വിട്ടു പോകുന്നത് കാണാം. കണ്ട തന്നെ വിട്ടു പോകുന്നു, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതേ രീതിക്ക് നമുക്കൊരു 3-4 എണ്ണം കൂടി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, എത്രത്തോളം കഴിക്കുമോ അതനുസരിച്ച് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഫില്ലിങ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും പിറ്റേ ദിവസത്തേക്കൊന്നും കേടാവില്ല കേട്ടോ. പിന്നെ മയോനൈസൊക്കെ ചേർക്കുന്നുണ്ട്. മയോനൈസ് നമ്മൾ ഹോം മെയ്ഡ് മയോനൈസാണ്. ഇതിന് മുന്നേ നമ്മൾ മിൽക്ക് മയോനൈസിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് മുന്നേ കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കാം. ഇപ്പോൾ വേറൊരു തരത്തിലും കൂടി മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് മിൽക്ക് തന്നെ വെച്ചിട്ട്, അതെപ്പോഴെങ്കിലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഫ്രിഡ്ജ് തപ്പിപ്പോൾ അതിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വെച്ചതാണ്. അപ്പോൾ ആ ചീസ് അതിലിട്ടിട്ട് ഓവണിൽ വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ അത് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്, അതേപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം കേട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ്റെ പീസില്ലേ അത് മൊത്തത്തിലല്ല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി പിള്ളേർ പച്ചക്കറികളായ കാരണം ചിലപ്പോൾ കഴിക്കായിരിക്കില്ല, അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചത് കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ തന്നെ അടിച്ചെടുത്തത് കേട്ടോ മയോനൈസ്. നല്ല ടേസ്റ്റാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലും മിൽക്കും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ മയോനൈസിൻ്റെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതേപോലെ കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഇതന്നെ ഇങ്ങനെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതാട്ടോ. ഇനി നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ മേളിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ ഇതാക്കിയില്ലേ അത് കോരി അതിൽ നിറച്ച് വയ്ക്കാം. ഇതൊരു 2-3 കഴിച്ച് 2-3 വേണ്ട, 2 കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് ഫുള്ളായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഈവനിങ് സമയത്ത് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതായിരിക്കും. വെറൈറ്റി അല്ലേ സംഭവം. അധികം പാടൊന്നുമില്ല, എളുപ്പമാണ്. ആ മാവ് പരത്തി ഇതാക്കേണ്ടത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക അല്ലേ, ഫ്രൈ ആക്കേണ്ടത്. ബാക്കി എല്ലാം നല്ല എളുപ്പമല്ലേ. എന്നാലും വെറൈറ്റി ഒക്കെ ഇഷ്ടമുള്ളവർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇത് ബാക്കിയുള്ളതിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വെറുതെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക, അതിൽ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കും, എന്നിട്ട് ജസ്റ്റ് മയോനൈസ് ഒഴിച്ച് കൊടുക്കും. അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അവർക്കെന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല, അവർക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് ഇഷ്ടമായില്ലെങ്കിൽ ഇത് കഴിച്ചോളും. ഇനി മയോനൈസ് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഹോം മെയ്ഡ് ആയ കാരണം തന്നെ പേടിക്കും വേണ്ട മയോനൈസ്. പിന്നെ മിൽക്കും അല്ലേ. പിന്നെ മയോനൈസ് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. അത് ഫ്രിഡ്ജിൽ 2-3 ദിവസമൊക്കെ അങ്ങനെ കേടാവാതെ, 2-3 ദിവസത്തിൽ കൂടുതൽ ഞാൻ വെക്കാറില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്നാക്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കിയതിനെ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, കാണാൻ തന്നെ ഒരു വെറൈറ്റിയും നല്ലൊരു ലുക്കൊക്കെ ഇല്ലേ, ഒരു റിച്ച് ഫീൽ, എന്തോ ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ.
കണ്ടാ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ചീസൊക്കെ നന്നായിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. മൊസല്ല ചീസ് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാ മറ്റേ ചീസില്ലേ സ്ലൈസ്ഡ് അതായാലും ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു പ്രാവശ്യം അത് വെച്ച് നമ്മൾ മറ്റേ ചീസ് ഓവനിലാക്കിയ മാതിരി ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ആ ചീസിൻ്റെയും ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ്. അപ്പോൾ അത് ആദ്യം സുഡൂനാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.